ഹായ് ഫ്രണ്ട്സ്, ഞാൻ ടൂറ് പോയ ഹംപി, ദന്തേലി എന്നിവിടുത്തെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗോവയിലെ വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ചില തിരക്ക് കാരണം അത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി. പക്ഷേ ഗോവയിൽ ചെന്നപ്പോൾ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ സാധിച്ചില്ല. ഫുള്ള് ബീച്ചൊക്കെ ആയതുകൊണ്ട് തന്നെ ആരും അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തില്ലായിരുന്നു. 2 ദിവസം ഞങ്ങൾ ഗോവയിൽ സ്പെൻഡ് ചെയ്തു. 2 ദിവസം നിന്നെങ്കിലും ഞങ്ങൾ ഒരുപാട് ബീച്ചുള്ള ഗോവയിൽ ഞങ്ങൾ വെറും 4 ബീച്ചിലേ ഞങ്ങൾക്ക് പോകാൻ സാധിച്ചുള്ളൂ. ബീച്ചിലൊക്കെ ഒരുപാട് നടന്നതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഫസ്റ്റ് ഡേ തന്നെ ക്ഷീണിച്ചു. ആദ്യം പോയ ബീച്ചിലൊന്നും അധികം ആളുകളൊന്നും ഇല്ലായിരുന്നു. ആദ്യ ദിവസം ഞങ്ങൾ 2 ബീച്ചിലാണ് പോയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ റിസോർട്ടിലേക്കാണ് പോകുന്നത്. നല്ല അടിപൊളി റിസോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അവിടുത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ഗോവയിലെത്തി, ഞങ്ങൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന റൂമൊക്കെ ഒന്ന് കാണിച്ചു. ഞങ്ങൾ 9 പേരാണ് ഈ റൂമിൽ സ്റ്റേ ചെയ്തത്. നല്ല അടിപൊളി കിച്ചണാട്ടത്. നമ്മളെ വീട്ടിലുള്ളത് പോലെ തന്നെ നല്ല സെറ്റപ്പുള്ള കിച്ചണ്. ഇതിൻ്റെ ഉള്ളിൽ 2 ബെഡ്റൂം, ഒരു ഹാള്, കിച്ചണ്, അതുപോലെ ഒരു കുഞ്ഞൊരു ബാൽക്കണിയാണ് ഉള്ളത്. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. ഞങ്ങളെല്ലാവരും കൂടെ അടിച്ചു പൊളിക്കായിരുന്നു റൂമിൽ. ഇവരൊക്കെ ബാഗ ബീച്ചിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഇതിൻ്റെ വീടിൻ്റെ ഉള്ളിൽ ഒരു ബാൽക്കണി ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കണ്ടോക്കെ. ഈ കാണുന്നത് ബാഗ ബീച്ചാണ്. ഞങ്ങൾ ഇന്ന് പോയതിൽ വെച്ച് ആളുകളെ കണ്ട ഒരു ബീച്ച് എന്ന് പറയണേ ഈ ഒരു ബീച്ചേ ഉള്ള. ബീച്ചിലെ രാത്രി കാഴ്ചകളാണ് കേട്ടോ ഇത്. അങ്ങനെ ഏകദേശം ഞങ്ങൾ രാത്രി 12 മണി വരെ ഈ ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റിസോർട്ടിലേക്ക് വിട്ടു. എല്ലാവരും നല്ലവണ്ണം ക്ഷീണിച്ചിട്ടുണ്ടെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള കിടത്തായതുകൊണ്ട് തന്നെ ഉറക്കൊന്നും വന്നില്ല. ഞങ്ങളങ്ങനെ ഓരോ കഥകളും പറഞ്ഞ് നേരെ അങ്ങനെയാണ്ട് വെളുപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം നേരെ അഗോഡ ഫോർട്ടിലേക്ക് വന്നു. 1912 പോർച്ചുഗീസുകാർ പണി കഴിച്ച ഒരു കോട്ടയാണ് കേട്ടോ ഇത്. അഗോഡ ഫോർട്ടയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് കേട്ടോ ഈ കാണുന്നത്. അവസാനമായി ഞങ്ങൾ പോയ ബീച്ചാണ് കേട്ടോ ഇത്. ഇതോടുകൂടി ഞങ്ങൾ 5 ദിവസത്തെ ടൂറ് പൂർത്തിയാക്കുകയാണ്. ഈ ഒരു ടൂർ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് സമ്മാനിച്ചത്. യാത്രക്കിടയിലെ കളിച്ചിരികളും തമാശകളും ആയിട്ട് 5 ദിവസം കഴിഞ്ഞത് ഞങ്ങൾ ആരും അറിഞ്ഞതേയില്ല.